സൂപ്പറല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? ഫുള്ള് നല്ലന്നേ. അപ്പൊ ഇന്ന് ഞങ്ങളെ സിമ്പിളായിട്ടൊരു ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കുകയാണേ. അപ്പൊ നമ്മുടെ ചീഫ് കുക്ക് അഫ്ല കാട്ടാ. അപ്പൊ വലിയൊരു നൂഡിൽസിന്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പിടിച്ചാ സിമ്പിളായിട്ട് ഒരു മസാല ഇടാതെ ഉണ്ടാക്കണേ. ഇതാണ് കേട്ടാ നൂഡിൽസിന്റെ ഉൾഭാഗം ഓരന്നിച്ച് വെച്ച് അത് പൊട്ടിച്ചിട്ടാളാ. അപ്പോ ഒരാളോ അല്ലെങ്കിൽ കുറച്ച് പേര് ഉപയോഗിക്കുകയാണെങ്കിലേ ഇങ്ങനെ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങള് കുറെ പേരുണ്ടായതുകൊണ്ട് പൊട്ടിച്ചിങ്ങനെ ആണ് ഇടുണ്ട്. വല്ലാ പൊടിയാക്കണ്ട ഇങ്ങനെ ഓരോ, അതായത് നമ്മള് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുമ്പോ എന്തെങ്കിലും ഒരു കോരുമ്പോ ഊരി പോരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊട്ടിച്ചു വെക്കുന്നത്. അതേസമയം ഒരാൾ മാത്രം കഴിക്കുകയാണെങ്കിലേ പൊട്ടിക്കേണ്ട ആവശ്യമില്ല, അതിനെ നേരെ ഇട്ടാ മതി. ഇതാണോ അങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണേ. അല്ല, ഇതിന് മസാല ഉണ്ടാവില്ല, അതിവിടെ ഇത് കഴിഞ്ഞല്ലോ. മസാല ഇവിടെ എന്റെ അപ്പുറത്തുണ്ടാക്കേ ഇവിടെ പെട്ടിനാവും. ഇതൊക്കെ പൊട്ടിച്ചാൻ മറന്നു. അതിനൊരു മസാല ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ അതുകൊണ്ടേ അത് കാണാല്ലോ, ഒരാൾ ഇവിടെ തിന്നിക്കൊണ്ടിരിക്കണേ. അത് തിന്നേറ്റിട്ടാ പച്ചന്നാൻ പാടില്ല. മസാല ഉണ്ട്. ഈ പേപ്പറിന്റെ ചോട്ടാട്ട മസാല ഉള്ളത്. അപ്പൊ ശ്രദ്ധിച്ചോണ്ടി, നേരെ ഇതെടുത്തുകാണ്ട് ബാക്കി പുറത്തേക്കിടാൻ നിക്കണ്ട. ഇനി മസാല പൊട്ടിച്ച് ഓരോന്നിങ്ങനെ ഇതിലേക്ക് ഇടുക. ഇവിടെ അങ്ങനല്ല, മസാല ആഡ് ചെയ്യണേ. കണ്ടോളൂ, ഇങ്ങനെയാണ് മസാല ആഡ് ചെയ്യല്. ആൾക്കതാ കുറെ ഉണ്ടെങ്കിലേ ഇതിങ്ങനെ ഫുള്ളിടെ. ഇതിന്റെ മസാല ഭയങ്കര ഇതാട്ടാ. അപ്പൊ കുട്ടികളൊക്കെ എടുത്ത് തിന്നാൻ ചാൻസ് കൂടുതലാണ്. കുട്ടികൾക്കൊന്നും കൊടുക്കാൻ നിൽക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒറ്റക്ക് തിന്നാന്. അപ്പൊ ഇതിന്റെ തോടൊക്കെ കുട്ടികളെ നാമൊക്കെ ഓൻ നാമച്ചു. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം. ഇതിന്റെ മസാല ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുമ്പോ ഒരു രസത്തിനിങ്ങനെ അതിങ്ങനെ നാമക്കും. അത് ശ്രദ്ധിക്കണം കേട്ടാ. അങ്ങനെ അവസാനത്തെ മസാലയും ഇട്ടിട്ടുണ്ട്. അപ്പം സാധനം റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളം പാരണം. അഫിയ വെള്ളം കൊണ്ട് നമുക്ക് ഇനി കുറച്ച് വെള്ളം പാരണം. ഇത് ഫുള്ള് വേണ്ട, ഇതിന്റെ പകുതി വെള്ളം പാർന്നോ. അതായത് വലിയൊരു പാത്രമാണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ പൊന്തി നിൽക്കുന്നതിന്റെ പകുതി ഇട്ടാൽ തന്നെ അല്ല പോരാ, കുറച്ചുകൂടി അല്ല ഫുള്ള് തന്നെ വേണ്ടി ഇട്ടാ. ഇനി ഏകദേശം ഇപ്പൊ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് നേരെ അതാ അടുപ്പത്ത് വെക്കാം. കത്തിച്ചൂടെ ഒന്നിൽ കത്തില്ല. കത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിലാണ്ട് വെക്കുക. നമുക്ക് അത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. സംഗതി തകൊണ്ടാ. അപ്പൊ നമ്മളെ ചീഫ് കുക്ക് അഫ്ല ആണ്. അഫ്ലന്റെ റെസിപ്പിയാണ്. റെസിപ്പി ഒന്നുമില്ല, ഇത് റെഡിമെയ്ഡ് ആണല്ലോ. അപ്പോ നല്ല നമ്മളെ വെള്ളത്തില് അതിന്റെ മസാല നല്ല ഇളകണം. ഇത് കാര്യമായിട്ട് ഇളക്കൊന്നും വേണ്ട. ഇനി ഒരു കുറച്ച് സമയം ഇത് തിളക്കോളം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഒന്ന് വേവോളം മൂടി വെക്കാം. ഓക്കെ അപ്പൊ അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. ചൂണ്ടാവും. നല്ല വേവ് ആയിക്കൊണ്ടാ, നല്ല പോകാതെ വരുന്നു. ഒന്ന് ഇളക്കി തന്നെ അത്യാവശ്യം വേവ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചും കൂടി വെള്ളം ഊറിപ്പോവാനുണ്ട്. അപ്പൊ ഇത് കൂടുതലുണ്ടായതുകൊണ്ടേ ഇത് ഊറിച്ചെടുക്കാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കണ്ട എന്താ സ്മെല്ലേ. എന്ത് വെന്തക്കണം നോക്കുക. ഇങ്ങനെ വെന്തക്കണം നോക്കിയാല് അത് പോണു ഒരാള് വെന്തക്കണം നോക്കാന്. അപ്പൊ നമുക്ക് വേവ് റെഡി ആയിക്കണമെന്ന് തിന്നു നോക്കാം. മൂടിച്ചല്ല, ഇനി മൂടണ്ട, ഗ്യാസും വേവ് ആയിട്ടുണ്ട്. ഇപ്പോ
ഏകദേശം വേവായിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാ സ്ഥലത്തും കൂടി വേവ് ഒന്ന് അതിന്റെ മസാല ഒക്കെ ഒന്ന് പിടിക്കാനും ഇതാ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ ആയല്ലോ, ഏതാ വേവ് പോയിക്കോത്തേക്കണോ? ഓഫ് ചെയ്തോ? ഞാൻ അങ്ങനെ ഇതാ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് കുറക്കല്ലേ, കുറക്കല്ല, ഒഴിവാക്കിയാല. അങ്ങനെ സാധനം ഏകദേശം റെഡി ആയിട്ടാ. ഇനി ഇതിൽ കുറച്ചുകൂടി ഈ ഏരിയയില് കുറച്ച് വെള്ളം ഉണ്ട്. അത് ഇതിൽ ഇങ്ങനെ മിക്സ് ആയിക്കാണ്ട് ഇപ്പൊ കുറച്ച് ചൂടാറുമ്പോ ആണ്ട് ശരിയാവും. അങ്ങനെ അഫ്ലൈന്റെ സ്പെഷ്യൽ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇതുവരെയുള്ള പണി ഓന ചെയ്തത്. ഇനിയിപ്പോ ചൂടുള്ളതായതുകൊണ്ട് ഇതിപ്പോ ഇനി പുറത്തേക്ക് എടുത്തേക്കുന്ന പണിയൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ എന്തായാലും ഇതിന്റെ ഫുള്ള് ക്രെഡിറ്റ് വാങ്ങിക്കാണേ. ഇതാ നല്ല നൂഡിൽസ്. അങ്ങനെ ചൂടുള്ള ഇതിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സർവ് ചെയ്യണം. എല്ലാവർക്കും കുറച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് ഇതൊന്ന് നല്ലൊരു ബൗളിലേക്ക് മാറ്റണം. കുറച്ച് മസാല ഉണ്ടാണ്ട് നല്ലതാട്ടാ. അപ്പോഴാണ് ഇതിന്റെ ആ ഒരു വൈവൈപ്പ് ഉണ്ടാവുള്ളൂ. മറ്റേത് ഇതിന്റെ മസാല ഫുള്ള് വറ്റിയാലേ ഇത് ഉണങ്ങിയ മാതിരിയാവും. അപ്പൊ ഇതില് കുറച്ച് മസാല ഉണ്ടാണ്ട് നല്ലതാണ്, എന്നാലാണ് അതിന്റെ ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യം നൂഡിൽസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലും വേണ്ടിയാണ്. എന്താണ്ടില്ലേ, എങ്ങനെ കോരിയാലും നമുക്ക് എത്ര അളവിലും സാധനം കിട്ടും. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് കമ്പനി പറയുന്നത് പൊട്ടിക്കാതെ നേരെ ഇടണം എന്നാണ്. അങ്ങനെ നേരെ ഇട്ടാലേ നമുക്ക് വേണ്ട രൂപത്തില് അളന്നെടുക്കാൻ കഴിയില്ല. അപ്പോ കുറെ പേർക്ക് സപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാം. ഒരേ ആൾക്കാണെങ്കിലേ അത് നമുക്ക് ഇതാക്കട്ട. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അഫി കുഴങ്ങിയ അവൻ എന്താ വേറെന്താ പരിപാടിയാണ്? ഓൻ തിന്നാനുള്ള പരിപാടിയാണ്. ചെറിയ സ്പൂണാണ് ഓർക്കണ്ടേ. അങ്ങനെ ഏകദേശം നമ്മളെ നൂഡിൽസ് ആയിട്ടുണ്ട്. നല്ല ചൂടാട്ടാ. ഇത്ര ചൂടിലൊന്നും തിന്നണ്ട. പക്ഷെ ചൂട് അറിയാലും രസം ഉണ്ടാവില്ല. ഒരു മീഡിയം ചൂടിലാണ് ഇത് തിന്നാൻ രസം. കണ്ട നല്ല പോകാണ് ഈ പാണ്ട്, ചൂടുണ്ട്. അങ്ങനെ സംഗതി റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഒന്ന് തിന്നൊക്കെ ടേസ്റ്റ് ഉണ്ടാന്നേ. ചൂട് ചൂടാ എങ്ങണ്ടേ? ടോപ്പാണ്. ആർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മളെ നൂഡിൽസ്. അപ്പൊ നമ്മളെ പുറത്ത് താമസിക്കണ്ടേ ബാച്ചിലേഴ്സൊക്കെ ഇതന്നെ ആയിരിക്കും അവിടെ മെയിൻ ഭക്ഷണം. ആർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. സൂപ്പറല്ലേ? ആയി ചെയ്യുന്നുണ്ടേ ഫുള്ള് നല്ലതേ. എന്നാ ശരിട്ടാ. അങ്ങനെ നമ്മൾ അന്നത്തെ ബ്ലോഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അഫ്ലൈന്റെ സ്പെഷ്യൽ നൂഡിൽസ്. എന്നാ ശരി.